റസ്ലിംഗുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രവേഴ്സീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പൈപ്പ് ബോംബ് പ്രോമോ. CM പങ്കിനെ ഇന്ന് കാണുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പൈപ്പ് ബോംബ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഒരു മെയിൻ ഇവന്റർ ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന CM പങ്കിനെ ഒരു അപ്പർ മെയിൻ കാർഡ് റെസ്ലറാക്കി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് പൈപ്പ് ബോംബ് പ്രോമോ തന്നെയായിരുന്നു. പങ്കിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു പൈപ്പ് ബോംബ് പ്രോമോ നടത്തിയിട്ടുണ്ടായിരുന്ന 2011. എന്താണ് ഈ ഒരു പൈപ്പ് ബോംബ് പ്രോമോ? എന്തൊക്കെയാണ് CM പങ്ക് ആ ഒരു പ്രോമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ശരിക്കും ഈ പ്രോമോ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ? ഇതിനുശേഷം WWE എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഈ കഥകളെല്ലാം തന്നെ നടക്കുന്നത് 2011 ജൂൺ മാസത്തിലാണ്. ഇതിനെല്ലാം തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ CM പങ്കിന് ഒരു ഇഞ്ചുറി പറ്റുകയുണ്ടായി. 2010 ബ്രാഗിംഗ് റൈറ്റ്സിൽ വെച്ചിട്ടായിരുന്നു CM പങ്കിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ചായിട്ട് കമന്ററിയിലേക്കെല്ലാം തന്നെ മാറുകയുണ്ടായി. ആ ഒരു ഇഞ്ചുറി ഹീലാകുന്നത് വരെ റെസ്ലിംഗിൽ തന്നെ തുടരണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം തന്നെയായിരുന്നു കമന്ററിയിൽ തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അങ്ങനെ കമന്ററിയിൽ തുടർന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു ടീമിന്റെ ലീഡറായി മാറുകയുണ്ടായി. മറ്റൊരു ടീമായിരുന്നില്ല, നെക്സസ് ടീമിന്റെ ലീഡറായിരുന്നു. എന്നിട്ട് ജോൺസിനെതിരെയായിരുന്നു ഫ്യൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നാണെന്നുണ്ടെങ്കിൽ ജോൺസിനായിരുന്നു ഫേസ് ഓഫ് ദി കമ്പനി. ജോൺസിനെ ഇല്ല എന്നുണ്ടെങ്കിൽ WWE ഇല്ല. എല്ലാ ആഴ്ചയിലും ജോൺസിനെ വരണം. ജോൺസിനെ വരാൻ വേണ്ടി ഫാൻസുകൾ കാത്തിരിക്കുകയാണ്. ജോൺസിനയുടെ സ്റ്റോറി ലൈനുകളാണ് അക്കാലത്ത് ഏറ്റവും മികച്ച സ്റ്റോറി ലൈനുകൾ. ഈ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്തായിരുന്നു പങ്കും സീനയും തമ്മിലുള്ള ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ നെക്സസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ജോൺസിനെ അല്ലാതെ മറ്റു പല താരങ്ങൾക്കെതിരെയും CM പങ്ക് ഫ്യൂഡ് വെച്ചിട്ടുണ്ടായിരുന്നു. റാൻഡി ഓർട്ടൺ, കെയ്ൻ, റൈ മിസ്റ്റീരിയോ, ബിഗ് ഷോ, അങ്ങനെ ഒരുപാട് പേർക്കെതിരെ. അതിൽ കെയ്നെതിരെയും റൈ മിസ്റ്റീരിയോക്കെതിരെയും ബിഗ് ഷോക്കെതിരെയും എല്ലാം തന്നെ CM പങ്ക് തോൽക്കാൻ തുടങ്ങുകയുണ്ടായി. അങ്ങനെ തോൽവിയുടെ ഒരു കൂടാരത്തിലേക്ക് തന്നെയായിരുന്നു പങ്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെല്ലാം തന്നെ അവസാനം ഒരു റോ എപ്പിസോഡിൽ ജോൺസിനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഒരു മത്സരത്തിൽ പങ്ക് വിജയിച്ചുകൊണ്ട് WWE ചാമ്പ്യൻഷിപ്പ് പിക്ചറിലേക്ക് CM പങ്ക് വരികയുണ്ടായി. അതായത് നമ്പർ 1 കണ്ടന്ററായി മാറുകയുണ്ടായി. മണി ഇൻ ദി ബാങ്ക് 2011 ജോൺസിനെതിരെ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് CM പങ്ക് മത്സരിക്കുമെന്നുള്ളതും മത്സരിച്ച് കഴിയുന്ന അന്ന് തന്നെ, അതായത് മണി ഇൻ ദി ബാങ്ക് നടക്കുന്നത് ജൂലൈ 17, 2011 ഈ ഒരു ദിവസം തന്നെയാണ് തന്റെ കോൺട്രാക്ട് എക്സ്പയർ ആകുന്നത്. മത്സരിച്ച് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ആ കോൺട്രാക്റ്റുമായി താൻ WWE നിന്നും പോകുമെന്നുള്ളതായിരുന്നു CM പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ സമയത്ത് CM പങ്കിന്റെ WWEയുമായിട്ടുള്ള കോൺട്രാക്ട് കഴിയാനായി നിൽക്കുന്ന സമയം തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് സ്റ്റോറി പോലെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ റോ എപ്പിസോഡിൽ ജോൺസിന വേഴ്സസ് R-Truth തമ്മിലുള്ള ഒരു ടേബിൾസ് മാച്ച് നടക്കുകയുണ്ടായി. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ട്രൂത്തിനെ എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ജോൺസിനയുടെ അടുത്തേക്ക് CM പങ്ക് വന്നുകൊണ്ട് ആ ടേബിൾ മാറ്റിവെക്കുകയും ട്രൂത്തിനെ സീന ഇട്ടിട്ടുണ്ടായിരുന്നത് റിംഗിലേക്കാവുകയും ചെയ്തു. എന്നിട്ട് പങ്കും സീനയും റിംഗിൽ നിന്ന് തല്ലുണ്ടാക്കുമ്പോൾ ട്രൂത്ത് വന്നുകൊണ്ട് സീനയെ ഒരു സ്പിയർ ചെയ്തു, അതും ടേബിളിന്റെ മുകളിലേക്ക്. അങ്ങനെ ജോൺസിന ആ ഒരു മാച്ചിൽ തോറ്റു. R-Truth വിജയിക്കുകയും ചെയ്തു. ടേബിളിൽ ഇടിച്ച് വീണെങ്കിലും ജോൺസിന ഒരുപാട് നേരം അവിടെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു CM പങ്ക് മൈക്ക് എടുത്തുകൊണ്ട് എൻട്രൻസ് ഏരിയയിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആരും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഇരുത്തം WWE തന്നെ മാറ്റിക്കളയുമെന്നുള്ളത്. WWEയുടെ ഏറ്റവും ഐക്കോണിക് മൊമെന്റുകളിലേക്കാണ് എല്ലാവരും പോകുന്നത് എന്നുള്ളത്. വെറും 6 മിനിറ്റ് മാത്രം നേരം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോമോ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, നീയല്ല ജോൺസിന. നീ ബെസ്റ്റ് ആയത് വിൻസിന്റെ ആസനത്തിൽ ഉമ്മ വെച്ചതുകൊണ്ടാണ്, വിൻസ് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ്, വിൻസിന്റെ പട്ടിയായി നടന്നതുകൊണ്ടാണ്. പണ്ട് ഹൾക്ക് ഹോഗൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെയാണ് നീ ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ വിൻസിന്റെ ആസനത്തിൽ ഉമ്മ വെക്കാൻ ഡ്വെയ്ൻ ജോൺസണേക്കാളും അഥവാ റോക്കിനേക്കാളും അടിപൊളിയാണ് നീ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ബെസ്റ്റ് ഇൻ ദ വേൾഡ്, ബെസ്റ്റ് റെസ്ലർ ഇൻ ദ വേൾഡ്. ഇവിടെ വന്നത് മുതലുള്ള ഒന്നാമത്തെ ദിവസം മുതൽ ഞാൻ തന്നെയായിരുന്നു ബെസ്റ്റ്. ഞാൻ ഒരുപാട് നാൾ ഇവിടെ നിന്നും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും ആരും എന്റെ വില മനസ്സിലാക്കിയില്ല. എന്റെ വില മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തിയായിരുന്നു, അത് ഹെയ്മാൻ ആയിരുന്നു. അതെ, ഞാനൊരു പോൾ ഹെയ്മാൻ ഗായിയാണ്. പണ്ട് മറ്റൊരു പോൾ ഹെയ്മാൻ ഗായി ഉണ്ടായിരുന്നു, അത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നു. മണി ഇൻ ദി ബാങ്ക് 2011 ഞാൻ WWE ചാമ്പ്യൻഷിപ്പുമായിട്ട് റെസ്ലിംഗിൽ വിടും. 6 വർഷക്കാലമായി രാവും പകലും ഇല്ലാതെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിങ്ങിലും മൈക്രോഫോണിലും കമന്ററിയിലും എല്ലായിടത്തും ഞാൻ തന്നെയാണ് ബെസ്റ്റ്. ആർക്കും എന്നെ തൊടാൻ പോലും കഴിയില്ല. പക്ഷേ എന്നിട്ടും WWEയുടെ ഒരു ഷോകളുടെ കവറിൽ പോലും എൻ്റെ ഫോട്ടോ ഇല്ല. എന്നെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാനൊരു സിനിമയിലുമില്ല. USA നെറ്റ്വർക്കിലുള്ള ഒരു മറ്റിടത്ത പരിപാടിയിലും എന്നെ ആരും കൂട്ടുന്നുമില്ല. റെസിൽമേനിയയുടെ പോസ്റ്ററിലും എന്നെ ആരും ആഡ് ചെയ്തിട്ടില്ല. റോ ഷോ തുടങ്ങുന്ന സമയത്തുള്ള വീഡിയോ ഫൂട്ടേജിൽ പോലും ഞാനില്ല. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് നാൾ റെസ്ലിംഗിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്ന ഡ്വെയ്ൻ ജോൺസൺ അഥവാ റോക്ക് വന്നപ്പോൾ റോക്കിന് കൊടുത്തിരിക്കുന്നു മെയിൻ ഇവന്റ്. ഞാൻ മെയിൻ ഇവന്റിൽ ഇല്ല എന്നറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഫ്രസ്ട്രേഷൻ അത്രയും അധികമാണ്. ഇനി ഞാൻ നിങ്ങളെ കുറിച്ച് പറയാം, ഫാൻസിനെ കുറിച്ച്.
നിങ്ങൾ ഇവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല റോളുകൾ കിട്ടാത്തത്, എനിക്ക് നല്ല പുഷ് കിട്ടാത്തത്. നിങ്ങൾ വെറുതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഓരിയിടും, എന്നിട്ട് എയർപോർട്ടിലേക്ക് എന്തെങ്കിലും പോസ്റ്ററുകളായിട്ട് വരും, എൻ്റെ കയ്യിൽ നിന്നും സൈൻ വാങ്ങിക്കും, എന്നിട്ട് അതേ സൈൻ ഇട്ട പോസ്റ്ററുകൾ eBayയിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിൽക്കും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾക്ക് വേറെ പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാൻ എന്തായാലും മണി ഇൻ ദ ബാങ്കിൽ WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ഇവിടെ നിന്നും ക്വിറ്റ് ചെയ്തു പോകും. എന്നിട്ട് ഞാൻ മേ ബി NJPWയിലോ അല്ലെങ്കിൽ ROHയിലോ പോയിട്ട് അത് ഡിഫെൻഡ് ചെയ്യും. വിൻസ് ശരിക്കും ഒരു ബില്യണർ ആവാൻ പറ്റിയ വ്യക്തിയാണ്. പക്ഷേ വിൻസ് ഇപ്പോൾ മില്യണറായി വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം ജോൺ ലോർനാറ്റിസിനെ പോലെയുള്ള തരം താഴ്ന്ന ആളുകളുടെ കൂടെ വിൻസ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ പറയുന്നത് വിൻസ് കേൾക്കുന്നത് കൊണ്ടാണ്. വിൻസ് മരിച്ചു കഴിഞ്ഞാലേ കമ്പനി നല്ല നിലയിലെത്തുകയുള്ളൂ. വിൻസ് മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം വിൻസ് മരിച്ചു കഴിഞ്ഞാൽ വിൻസിന്റെ ഇഡിയറ്റ് ആയിട്ടുള്ള മകൾ സ്റ്റീഫനിയും മരുമകൻ ട്രിപ്പിൾ എച്ചും കൂടി ഈ കമ്പനി കുളം തോണ്ടാൻ നിൽക്കുകയല്ലേ. എന്തായാലും ഈ ഒരു ഫാമിലി മാത്രമല്ലേ ഈ ബിസിനസ് എടുക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വിൻസിന്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറഞ്ഞു തരട്ടെ. ഇത്രയും കാര്യങ്ങളായിരുന്നു CM പങ്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പേഴ്സണൽ സ്റ്റോറി പറയുന്ന സമയത്ത് തന്നെ മൈക്ക് അവിടെ കട്ടാവുകയുണ്ടായി. എന്നിട്ട് CM പങ്ക് ഐ ആം ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞപ്പോഴേക്കും വീഡിയോയും കൂടി അവിടെ കട്ടായി. ഈ പ്രോമോയിൽ നമ്മൾ പ്രധാനമായി നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പോൾ ഹേമൻ ഗായ് ആയിട്ടുള്ള ബ്രോക്ക് ലെസ്നറെ കുറിച്ച് പറഞ്ഞത്. ബ്രോക്ക് ലെസ്നർ WWEയിൽ നിന്നും പോയിട്ട് ഒരുപാട് നാളുകളായി. ആ സമയത്തായിരുന്നു ബ്രോക്കിനെ കുറിച്ച് CM പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പങ്ക് ഇത് പറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബ്രോക്ക് WWEയിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആരും തന്നെ ബ്രോക്കിനെ കുറിച്ച് WWEയിൽ സംസാരിക്കാറ് കൂടിയില്ലായിരുന്നു. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ജോൺസിന വളരെ സങ്കടത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. WWEയിൽ ഒരിക്കലും മറ്റൊരു ഷോയെക്കുറിച്ച് പറയാറ് കൂടിയില്ലായിരുന്നു. അപ്പോഴായിരുന്നു CM പങ്ക് NJPW ROH എന്നീ കമ്പനികളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. WWEയിൽ ആരും തുറന്നു പറയാത്ത ഒരു കാര്യം തന്നെയായിരുന്നു CM പങ്ക് അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫാൻസിന് എല്ലാവർക്കും ആ മൈക്ക് കട്ട് ചെയ്തപ്പോഴും വീഡിയോ കട്ട് ചെയ്തപ്പോഴും ഇത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും CM പങ്ക് പറഞ്ഞ കാര്യം WWEയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ? പങ്ക് ഈ കാര്യം പറഞ്ഞത് 2011 എന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് താരങ്ങളെ അണ്ടർ യൂട്ടിലൈസ് ചെയ്തിട്ട് WWEയിൽ നിന്നും റിലീസ് ചെയ്യുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് 2021 COVID-19 എല്ലാം തന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേരെ ഒരുമിച്ച് WWEയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ചില താരങ്ങളായിട്ടുള്ള എഡി ഗെറീറോ, ജെഫ് ഹാർഡി, ബ്രൈറ്റ് ഹാർട്ട് എന്നിവർക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പൊസിഷൻ WWE കൊടുത്തിട്ടുണ്ടായിരുന്നു. WWEയിൽ നല്ലൊരു സ്റ്റാർ ആകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാർ പവർ, കുറച്ച് ഭാഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണമെന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. 2011 ഫാൻസിന് ശരിക്കും WWE മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സമയം തന്നെയായിരുന്നു. ഈ സമയത്തായിരുന്നു CM പങ്കിന്റെ ഇങ്ങനെയുള്ളൊരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നത്. WWE നമുക്കൊന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ് എന്നുള്ളത് വിചാരിച്ച് ഫാൻസുകൾ വീണ്ടും WWEയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. അതായത് നഷ്ടപ്പെട്ട ഫാൻസുകളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോമോ ആയിരുന്നു CM പങ്കിന്റെ പൈപ്പ് ബോംബ് പ്രോമോ. ആ പ്രോമോ പറയുന്നതിന് കൂടെ തന്നെ 2011 മണി ഇൻ ദ ബാങ്കിലെ ഇവരുടെ മാച്ചിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു പങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പങ്ക് പ്രെഡിക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ തെറ്റായിരുന്നു. ട്രിപ്പിൾ എച്ചും സ്റ്റീഫനിയും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കമ്പനി കുളം തോണ്ടുമെന്നായിരുന്നു പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ WWEയുടെ ഏറ്റവും ബെസ്റ്റ് NXT എറ 2012 മുതൽ 2021 വരെയുള്ള ട്രിപ്പിൾ എച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എറ തന്നെയായിരുന്നു. അതുപോലെ ഇപ്പോൾ WWE കൊണ്ട് നടക്കുന്നത് ട്രിപ്പിൾ എച്ച് ആണല്ലോ. ഒരു രക്ഷയുമില്ലാത്ത സ്റ്റോറി ലൈനുകളാണ് ട്രിപ്പിൾ എച്ച് തരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മോശമാണ് എന്നുള്ളത് CM പങ്ക് പറഞ്ഞത് തെറ്റായ കാര്യം തന്നെയാണ്. ഇനി അടുത്തതായിട്ടുള്ള കാര്യം, ഈ പ്രോമോ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ അതോ WWE പറ്റിച്ച് പങ്ക് മൈക്ക് എടുത്ത് പറഞ്ഞതാണോ? ശരിക്കും ഇങ്ങനെയൊരു പ്രോമോ സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെയാണ് WWE തുടങ്ങി വെച്ചിട്ടുള്ളത്. CM പങ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ WWE-ക്ക് എതിരെ ഒരു പ്രോമോ നടത്തണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ കണ്ടന്റ് മുഴുവനായിട്ടും CM പങ്കിന് തീരുമാനിക്കുമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ CM പങ്ക് തീരുമാനിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് വെച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രോമോ ആയിരുന്നു അത്. അതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴും WWE-ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം വിൻസിന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോയപ്പോഴായിരുന്നു മൈക്കും വീഡിയോയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പരിപാടി സ്ക്രിപ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിലും അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ സ്ക്രിപ്റ്റഡ് അല്ലായിരുന്നു. CM പങ്ക് ഇവർ വിചാരിച്ചതിലും ഒരുപാട് ലെവൽ മുകളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും എൻ്റെ WWEയിലെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പൈപ്പ് ബോംബ് പ്രോമോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്.